പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തലസ്ഥാനത്തെത്തുകയാണ്. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുന്ന പരിപാടിയിൽ അദ്ദേഹം വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തിന്റെ വികസന രേഖയും പ്രഖ്യാപിക്കും. രാവിലെ വിമാനത്താവളത്തിൽ നിന്ന് പുത്തരിക്കണ്ടത്തിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ യാത്ര റോഡ് ഷോയായി നടത്താനാണ് പാർട്ടിയുടെ തീരുമാനം. അതിവേഗ റെയിൽപാത പ്രഖ്യാപനത്തിനും ഇന്ന് സാധ്യതയുണ്ട്. ഇന്നത്തെ പരിപാടികൾക്ക് ശേഷം ഉച്ചയ്ക്ക് ശേഷം മോദി തമിഴ്നാട്ടിലേക്ക് തിരിക്കും. വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയ ആവേശത്തിനാണ് തലസ്ഥാന നഗരി. കാരണം നേരത്തെ നമുക്ക് അറിയാവുന്നതുപോലെ തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ പിടിക്കുകയാണെങ്കിൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി കേരളത്തിലെത്തും, തലസ്ഥാനത്തെത്തും എന്നുള്ള പ്രഖ്യാപനം BJP നടത്തിയിരുന്നു. അതെന്തായാലും ഇന്ന് പൂർത്തിയാവുകയാണ്. എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്? മാത്രമല്ല, ഇന്ന് പ്രധാനപ്പെട്ട എന്തൊക്കെ പരിപാടികളിലാണ് അദ്ദേഹം പങ്കെടുക്കുക? ലിജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് വളരെ വേഗത്തിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തും എന്ന കാര്യത്തിൽ പാർട്ടി ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അത് ഇപ്പോൾ നടപ്പായിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെയാണ് പ്രധാനമന്ത്രി വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായി കൂടി കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് 10 മണിയോട് കൂടിയാണ് അദ്ദേഹം വിമാനത്താവളത്തിലെത്തുന്നത്. വിമാനത്താവളത്തിൽ നിന്നും പുത്തരിക്കണ്ടത്തെ പ്രധാന വേദിയിലേക്ക് അദ്ദേഹം എത്തുന്നത് ഒരു റോഡ് ഷോ ആയി തന്നെ ആയിരിക്കും എന്നാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മിഷൻ കേരള എന്ന രീതിയിൽ തന്നെ പാർട്ടി ഇതിനെ കാണുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം അത്തരത്തിലൊരു മിഷൻ കേരള നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ വലിയ പദ്ധതികൾ തിരുവനന്തപുരത്തിന് പ്രധാനമായും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് തിരുവനന്തപുരത്തിൻ്റെ വികസന രേഖയുടെ ഒരു പ്രഖ്യാപനം, തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസന രേഖയുടെ ഒരു പ്രഖ്യാപനമായിരുന്നു എങ്കിൽ അത് മാറി ഒരു വിവിധ പദ്ധതികൾ, വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഒരു പ്രഖ്യാപനമായി തന്നെ ഈ പരിപാടി മാറുന്നു എന്നത് തന്നെയാണ്. പ്രധാനമായും ഭാരത് ട്രെയിനുകളെ, അമൃത് ഭാരത് ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് കർമ്മമാണ് പ്രധാനമായും ആദ്യ പരിപാടിയിൽ, ഔദ്യോഗിക പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിനൊരു അതിവേഗ റെയിൽവേ പാതയുടെ പ്രഖ്യാപനമടക്കം പ്രധാനമന്ത്രി നടത്തിയേക്കും എന്ന സൂചനയും ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. നേരത്തെ മുതൽ തന്നെ സംസ്ഥാനത്തിൻ്റെ ഒരു സിൽവർ ലൈൻ പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു. ആ പദ്ധതിയൊന്നും എങ്ങും എത്താതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു അതിവേഗ റെയിൽ പദ്ധതിയുടെ പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി എത്തുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. 10:30 പുത്തരിക്കണ്ടം മൈതാനത്താണ് പരിപാടി നടക്കുന്നത്. അതിൽ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് കർമ്മം കൂടാതെ ഇന്നൊവേഷൻ ടെക്നോളജി ആൻഡ് എന്റർപ്രണർഷിപ്പ് ഹബിൻ്റെ തറക്കല്ലിടിയിൽ കർമ്മം കൂടി അദ്ദേഹം നിർവഹിക്കുകയും ചെയ്യും. അത്തരത്തിൽ അതിനുശേഷമാണ് പാർട്ടിയുടെ പരിപാടിയിലേക്ക് അദ്ദേഹം എത്തുകയും പാർട്ടി പരിപാടിയിൽ ഒരു വികസന രേഖ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. കോർപ്പറേഷനിലേക്ക് BJP ജയിച്ചു കയറിയാൽ തന്നെ അത്തരത്തിലുള്ള ഒരു വികസന രേഖ പ്രഖ്യാപിക്കുമെന്ന കാര്യം, അത് പ്രധാനമന്ത്രിയെ കൊണ്ട് തന്നെ പ്രഖ്യാപിക്കും എന്ന അന്ന് തന്നെ പാർട്ടി തീരുമാനവും എടുത്തിരുന്നു. അത്തരത്തിലുള്ളൊരു പരിപാടിയുമായാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പാർട്ടി പരിപാടിയിൽ പ്രധാനമായും അത്തരത്തിലൊരു വികസന രേഖ തന്നെ പ്രഖ്യാപിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 പരിപാടികളാണ് ഇന്ന് പ്രധാനമന്ത്രിക്കുള്ളത്. ആദ്യം റെയിൽവേയുടെ ഔദ്യോഗിക പരിപാടിയും അതിനുശേഷം തുടർന്ന് നടക്കുന്ന പാർട്ടി പരിപാടിയിലാണ് വികസന രേഖയുടെ പ്രഖ്യാപനമടക്കമുണ്ടാവുക. കൂടുതൽ പദ്ധതികൾ പ്രധാനമന്ത്രി നഗരത്തിന് വേണ്ടി പ്രഖ്യാപിക്കുമോ എന്നതും ഉറ്റുനോക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എന്ത് തന്നെയായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മിഷൻ കേരളയ്ക്ക് തുടക്കം കുറിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് പാർട്ടി ഇത്തരത്തിലൊരു പരിപാടിയിലേക്ക് തന്നെ, അതായത് തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിലെ കോർപ്പറേഷൻ തന്നെ പിടിച്ചെടുത്ത സാഹചര്യത്തിൽ കൂടുതൽ പദ്ധതികൾ പ്രധാനമന്ത്രിയിൽ നിന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മിഷൻ കേരള പദ്ധതിക്ക് തുടക്കം കുറിക്കുക എന്നത് തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യുന്നത്. രാവിലെ 10 മണിയോടുകൂടി അദ്ദേഹം വിമാനത്താവളത്തിലെത്തും. വിമാനത്താവളത്തിൽ നിന്നും പുത്തരിക്കണ്ടത്തിലേക്കുള്ള പാതയിൽ അതൊരു റോഡ് ഷോ ആയി തന്നെ നടത്താനാണ് പാർട്ടിയുടെ തീരുമാനം. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പാർട്ടി പ്രവർത്തകരടക്കം ഇങ്ങോട്ട് എത്തും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ പുത്തരിക്കണ്ടം വേദിയിലാണ്. ഇവിടെ തന്നെയാണ് 2 പരിപാടികൾക്കും വേദി ഒരുക്കുന്നത്. ആദ്യം റെയിൽവേയുടെ ഔദ്യോഗിക പരിപാടിയാണ് നടക്കുക. ഔദ്യോഗിക പരിപാടിക്ക് ശേഷമാണ് പാർട്ടിയുടെ വേദിയിലേക്ക് അദ്ദേഹം എത്തുകയും ഒരു പക്ഷേ കൂടുതൽ പ്രഖ്യാപനങ്ങൾ അടക്കം ഈ പാർട്ടി വേദിയിലായിരിക്കും നടത്തുക എന്നത് നമുക്കറിയാം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തത്. എന്തു തന്നെയായാലും കേന്ദ്ര റെയിൽവേ പദ്ധതിയുടെ പ്രഖ്യാപനം കൂടാതെ അദ്ദേഹം പാർട്ടി പരിപാടിയിലെത്തി കൂടുതൽ പ്രഖ്യാപനങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പാർട്ടി പിടിച്ചെടുത്ത സാഹചര്യത്തിൽ കൂടി
അത് കൂടുതൽ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് നേരത്തെ സൂചിപ്പിച്ച മിഷൻ കേരളയ്ക്ക് തുടക്കം കുറിക്കാനാണ് അദ്ദേഹം ശ്രമം നടത്തുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രജിത്ത്, അതോടൊപ്പം തന്നെ ഇന്ന് വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണങ്ങളുണ്ട്. പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയാണ്. സ്വാഭാവികമായും അദ്ദേഹം വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതൊക്കെ പ്രദേശങ്ങളിലാണ്, ഏതൊക്കെ മേഖലകളിലാണ് അത്തരത്തിൽ ഒരു നിയന്ത്രണമുള്ളത്? തീർച്ചയായും കർശന സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഇതിന്റെ ഭാഗമായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളം മുതൽ പുത്തരിക്കണ്ടം വരെയുള്ള ഭാഗങ്ങളിലാണ് കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. കാരണം നേരത്തെ മുതൽ തന്നെ ഒരു റെഡ് അലർട്ട് പോലെയുള്ള പ്രഖ്യാപനമാണ് ഈ ഭാഗങ്ങളിലൊക്കെയും ഇന്നലെയും ഇന്നുമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം അത്രയ്ക്ക് സുരക്ഷാ ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. പ്രധാനമായും വിമാനത്താവളത്തിൽ നിന്നും ഓവർ ബ്രിഡ്ജിന്റെ ആ ഭാഗത്തേക്ക് എത്തിയതിനു ശേഷമാണ് റോഡ് ഷോ ആരംഭിക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അവിടെ മുതൽ തന്നെ കർശന സുരക്ഷയായിരിക്കും, കൂടുതലായുള്ളൊരു സുരക്ഷ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ആകെ 2 മണിക്കൂർ അടുത്ത് മാത്രമാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രോഗ്രാമിൽ പങ്കെടുക്കാനായി എത്തുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്യും. എന്ന് തന്നെയായാലും കർശന സുരക്ഷയാണ് എയർപോർട്ട് മുതൽ പുത്തരിക്കണ്ടം വരെയുള്ള ഭാഗങ്ങളിൽ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ റോഡ് ഷോ നടക്കുന്ന ഭാഗങ്ങളിൽ പ്രത്യേക സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. ലിജിൻ.